ഈ കുഞ്ഞിപ്പുഴുവനാണ് സ്ട്രെസ്സാന്നൊക്കെ പറയണത്. ഡാൻസ് അപ്പോൾ ഇതാ ഉള്ളി എല്ലാം കൂടെ കൂട്ടിയതാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ പള്ളിക്കൽ ഇങ്ങനെ വെക്കാൻ തോന്നണു അല്ലേ. ഹായ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ, സുഖല്ലേ? അപ്പം ഇതാ ഒരു ദിവസത്തെ കുറച്ച് കലാപരിപാടികളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കണ്ട കേട്ടോ. നമുക്ക് വ്യൂസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ലൈക്കൊന്നുമില്ല. ഒരു 100 വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിക്ക് 2 or 3 ലൈക്കുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതാണ്ടോ ഞാൻ വീഡിയോ കൊണ്ട് വരുമ്പോൾ തലയും താത്തിരിക്കും അൺറൊമാൻറ്റിക് മൂസാക്കേണ്ടോ എൻ്റെത്. പിന്നെ ഇന്ന് ബീഫ് കേട്ടോ, ഇന്നലത്തേന്ന് കുറച്ച് അടിച്ചു മാറ്റി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശയും ബീഫും വെക്കണമെന്ന് കുറേ വിചാരിക്കണം. അപ്പം അതിൻ്റെ ഒരു കുക്കിംഗ് പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ അളവ് കുറവായതിനാൽ ഞാൻ 2 ഉരുളൻകിഴങ്ങ് കൊട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. വേഗം പരിപാടി കഴിക്കണ ഒരു ബീഫ് കറി കേട്ടോ ഇന്നത്തെ രാവിലത്തെ റെസിപ്പി. കാരണം കുറേ ടൈം അതുമ്മ കളയാനുള്ള നേരമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ ഇതാ ഉള്ളി എല്ലാം കൂടെ കൂട്ടിയതാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ പള്ളിക്കൽ ഇങ്ങനെ വെക്കാൻ തോന്നണു അല്ലേ. ഉരുളൻകിഴങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിവിടേക്ക് എങ്ങനെയായിട്ട് കിട്ടരുത്. അപ്പോൾ ഇപ്പോൾ പറയലുണ്ട് ഇങ്ങനെയാണ് വെക്കാന്നൊക്കെ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് കൂടി കൂട്ടി പിന്നെ അങ്ങനെ വെള്ളം ഒഴിച്ച് നേരെ ഫിസിലടുപ്പിക്കുക. ഒരു 5-6 ഫിസിൽ വന്നാൽ അത് വേവും എന്നുള്ളത് ഉറപ്പായിട്ടോ. ബീഫ് ഉണ്ട് എന്നുള്ള ഉറപ്പില്ലാട്ടോ ഞാൻ നേരെ ദോശ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയത് ഇന്നലെ. പക്ഷേ ദോശക്കാണെങ്കിൽ കുറച്ച് വെന്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ തട്ടിക്കൂട്ടിയുള്ള ദോശ ആയതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ചട്ടിമന്ന് പോരാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. ഫസ്റ്റത്തത് മാത്രം പിന്നെ അങ്ങനെ ചുട്ടി ശരിയായി. ഉമ്മയായിരുന്നു കേട്ടോ ചുട്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോസുകളൊന്നും എടുത്തില്ല അതിൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്നല്ലേ, എൻ്റെ ചെറിയ മോനിക്ക് 4 വയസ്സാട്ടോ. അപ്പോൾ അവന് പ്രാവശ്യം സ്കൂൾ ചേർത്തിക്കാണ്. കണ്ടോ ഈ കുഞ്ഞിപ്പുഴുവനാണ് സ്ട്രെസ്സാന്നൊക്കെ പറയണത്. ഡാൻസ് കളിക്കണുണ്ടോ. അപ്പോൾ സ്കൂൾ പോയാൽ മാത്രമുള്ള കുറച്ച് കേടുകൾ കണ്ടു കേട്ടോ. അപ്പോൾ നേരെ ഡോക്ടറെ ഒന്ന് കാണിച്ച് നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കൂളിൽ ചേർത്തതിൻ്റെ ചെറിയൊരു സ്ട്രെസ്സാണ് എന്നൊക്കെ കേട്ടോ. പക്ഷെ വീട്ടിൽ വന്നാൽ അവനക്ക് ഒരു കുഴപ്പമില്ല. സ്കൂൾക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടാമുണ്ടായി അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പിന്നെ അളവെന്നല്ല പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പിന്നെ ചായ കാപ്പിയുടെയൊക്കെ അളവ് കുറയ്ക്കാൻ. പക്ഷെ അവന് ഈ കോലത്തിൽ കണ്ടാൽ എനിക്ക് ഉന്മേഷക്കുറവുണ്ടെന്ന് ആരെങ്കിലും പറയില്ലല്ലോ. വീട്ടിൽ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. സ്കൂളിൽ പഠിക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ. എഴുതാൻ പറഞ്ഞാൽ എഴുതും, ഒറ്റയ്ക്ക് തന്നെ എഴുതും, അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ ഇങ്ങനെ സംസാരം കുറേ ആളോടുള്ള പെരുമാറ്റമില്ലായിട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കോര, ഈത്തപ്പഴം, പിന്നെ എള്ള് അതിൻ്റെ ഉള്ള ഫുഡുകളൊക്കെ അധികമായിട്ട് കൊടുക്കാനൊക്കെ. പിന്നെ ചായ കാപ്പി ശരീരത്തിൽ നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ. കേട്ടോ ഇവനെ കണ്ട ആരും കുഴപ്പമുണ്ടെന്ന് പറയില്ല. പക്ഷേ ടീച്ചറെ നിർബന്ധപ്രകാരം മാത്രം കേട്ടോ ഞാൻ ഡോക്ടറെ കാണിച്ചത്, അല്ലെങ്കിൽ ഞാൻ കാണിക്കൊന്നുമില്ല. അങ്ങനെ 2 ദിവസം ലീവ് എടുത്തിട്ടാട്ടോ കാണിച്ചതൊക്കെ. എല്ലാ വീക്രസിനും ഓന് മതി, വേറെ ആരും വേണ്ട വീടില്ല. അവൻ അല്ലെങ്കിൽ വീടേ ഉറങ്ങിയ പോലെയാണ്. സ്കൂൾക്ക് മാത്രം പോയാലുള്ള ഒരു കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കി നോക്കുന്നുണ്ട്, ശരിയാവുമായിരിക്കും. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ആയിട്ടോ. ദോശയും ബീഫ് കറിയൊക്കെ ആയി. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, വലിയ റെസിപ്പിയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടായി കൂട്ടുകൂടാനും മറക്കണ്ട കേട്ടോ.